അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ 2 പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. ബാലൻ്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മന്ത്രിസഭയിലൊരു അംഗം ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു അംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം? ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ പറയാൻ നേരത്ത് വ്യാപകമായ ആക്രമണം ശൈശേനെതിരെ ഉണ്ടാകുന്നുണ്ട്. പല സാമുദായിക നേതാക്കളുടെ അടുത്ത് ഇന്നലെ ഉണ്ടായിരുന്നു. അത് തുടരുകയാണ്. എനിക്കത് കുഴപ്പമില്ല. കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുനകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും. അല്ലാതെ വെറുതെ പോകില്ല. എനിക്കൊരു ഭയമില്ല. അല്ല, അതൊക്കെ സമയമുണ്ടല്ലോ, എല്ലാവരും സംസാരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്, UDFന്റെ നിലപാടാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ ആശയമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കേരളത്തെ തകർത്താൻ, കേരളത്തെ ഭിന്നിപ്പിക്കാൻ ആര് വന്നാലും അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നലെ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 1.5 മണിക്കൂർ അവിടെ ആസ്ഥാനത്ത് ചെന്നിരുന്നു, അദ്ദേഹത്തെ കണ്ടു, ഈ നേതാക്കളുമായിട്ട്. ഞാൻ ഒരു പ്രാവശ്യമല്ലല്ലോ, പല പ്രാവശ്യം ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ കണിച്ചുകുളങ്ങരയുള്ള വസതിയിൽ പോയിട്ടുണ്ട്. ഞാൻ മുഴുവൻ സമുദായ നേതാക്കളെയും കാണാൻ പോകാറുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്, നേരത്തെയും പോകാറുണ്ട്. അതിലെന്താ, രാഷ്ട്രീയ നേതാക്കൾ കാണണ്ടേ, അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തണ്ടേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടത്. അതിനെന്താ കുഴപ്പം? അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഞാൻ KC വേണുഗോപാൽ കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു കല്യാണ സമയത്ത് വെച്ച് അദ്ദേഹവും ഞാനുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. അതെന്താ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഏത് വോട്ടെന്ന് പറയുന്നത് അവരുടെ ആരെങ്കിലും കയ്യിലിരിക്കുന്നതാണ്. വോട്ട് ജനങ്ങൾ നൽകുന്ന വോട്ടല്ലേ. നമ്മളെന്താണ്, രാഷ്ട്രീയ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, എല്ലാ വിഭാഗം ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കില്ലേ? പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്ന സമയത്ത്, MLA മത്സരിക്കുന്ന സമയത്ത്, MP മാർ മത്സരിക്കുന്ന സമയത്ത് എല്ലാവരെയും പോയി കാണില്ലേ? പള്ളിയിൽ പോയി പള്ളിയിലെ ഭാരവാഹിയെ കാണും, ക്ഷേത്രത്തിലെ ഭാരവാഹികളെ കാണും, എല്ലാ മതസ്ഥരെയും കാണില്ലേ? എല്ലാവരോടും സംസാരിക്കില്ലേ? അല്ലല്ല, അത് പോകുന്നത് അങ്ങനെയാണ് അവർ കരുതുന്നതെങ്കിൽ പോകാതിരിക്കാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ പിന്നീടും പോയല്ലോ. ഞാൻ ഏത് സംഘടനയാണ് തള്ളി പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറ. അല്ലല്ല, ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറ. നിങ്ങളുടെ കയ്യിലൊക്കെ റെക്കോർഡുണ്ടല്ലോ. അല്ല, നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ. ഞാൻ ഏത് സമുദായത്തെയാണ് കേരളത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ളത്? ഒരു സമുദായത്തെയും തള്ളി പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. നിയമസഭ അല്ലല്ലോ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലോ. എന്തായിരുന്നു റിയാക്ഷൻ? കേൾക്ക്. അല്ലല്ലോ ഉണ്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം ഉണ്ടായി. ഇതാണ് ആളിക്കത്തിക്കാൻ നോക്കിയത്. അതിന് ഞങ്ങൾ നേരിട്ടല്ലോ. CPM ജയിച്ചൊരു സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചല്ലോ.
മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്നും പറഞ്ഞുകൊണ്ട്. ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളത് കേട്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഹിറാ സെൻറ്ററിൽ അവരുടെ ആസ്ഥാനത്ത് അമീറുമായി സംസാരിക്കുന്ന ഫോട്ടോ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ നിങ്ങളോട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കാണിച്ചല്ലോ. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചല്ലോ. പിറ്റേ ദിവസം അദ്ദേഹം കോട്ടയത്ത് സറണ്ടർ ചെയ്തല്ലോ, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ. ഇപ്പോഴുള്ള ചോദ്യം എന്താ? ജമാഅത്ത് ഇസ്ലാം UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ മറുചോദ്യം, 42 വർഷം ജമാഅത്ത് ഇസ്ലാമി CPMൻ്റെ കൂടെയായിരുന്നു. CPMൻ്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന നാളുകളിൽ CPMന് അധികാരം കിട്ടിയപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് ജമാഅത്ത് ഇസ്ലാമി ആണോ? ആണെങ്കിൽ സൂക്ഷിക്കണം, ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ അവരാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചോളാം. അത്രയുള്ള അതിനൊക്കെ മറുപടി. അതായത് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ സുകുമാരൻ നായരെയും ഇവർ ഇരിക്കുന്ന സ്ഥാനങ്ങളെയാണോ അങ്ങ് ബഹുമാനിക്കുന്നത്, ഈ വ്യക്തികളെ അല്ലേ? അല്ലല്ല, വ്യക്തികളോട് എന്താ നമുക്കെന്താ ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല, പണ്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കണം. ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു മന്ത്രി കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക, അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക. അത് കേട്ട് മിണ്ടാതിരുന്ന അതിലും നല്ലത് ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്ന. അതിന് ഞാനില്ല, അതിനെ എതിർക്കുക തന്നെ ചെയ്യും.